ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പത്നീസ് കിച്ചൻ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ഇഞ്ചിക്കറിയാണ്. അത് സാധാരണ സദ്യക്കും ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വലിയൊരു പണിയാണ്. രാവിലെ വീട്ടിലെ അമ്മയൊക്കെ മൺകലത്തിൽ രാവിലെ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ വൈകിട്ടൊക്കെയാണ് അത് ഓഫ് ചെയ്യുക. വളരെ ചെറിയ തീയിലിട്ടിട്ട് ഉണ്ടാക്കാറ്. ഇപ്പം നമുക്കൊന്നും അതിന് ഉള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചിക്കറി നന്നായിട്ട് വേവിക്കണം, അതല്ലെങ്കിൽ വയറിന് കേടാണെന്നാണ് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് വേഗം കഴിയുകയും വേണം, അന്ന് നന്നായിട്ട് കുക്കാവുകയും വേണം. അപ്പം അതുകൊണ്ട് ഞാനിവിടെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് പുളി ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് കഴിയുന്നതും അലുമിനിയം കുക്കർ അവോയ്ഡ് ചെയ്യുക. പിന്നെ നാച്ചുറോപ്പതിയിലും ആയുർവേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യണം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ സ്റ്റീലിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം, ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 250 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായി തിരുമ്മി കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇഞ്ചിക്ക് ഒരു പശയുണ്ടാവും, ഒരു കുത്തുണ്ടാവും. അത് പോയി കിട്ടാനാണ് നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കും. ഇത് എങ്ങനെ അരിയണമെന്ന് ഞാൻ ഇൻഗ്രീഡിയൻറ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. വാളംപുളി കുരു കളഞ്ഞത് 60 ഗ്രാം, 2 തണ്ട് വേപ്പില, വറ്റൽമുളക് 3 എണ്ണം, 1/4 ടീസ്പൂൺ കായംപൊടി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 3 ടീസ്പൂൺ, അതിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശർക്കര 75 ഗ്രാം, കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ്. വെളിച്ചെണ്ണ 6 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനു വേണ്ടി ഇഞ്ചി എങ്ങനെ ക്ലീൻ ചെയ്ത് നുറുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇഞ്ചി നന്നായി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരിയാം. ഇത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുറേ അരയും കുറേ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഈ കറിക്കൊരു ഭംഗിയല്ല. അത് ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈൻ ക്യൂബ്സ് ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നമ്മുടെ കൈ മുറിയണ പ്രശ്നമില്ല, ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകി വാരി വെക്കണം. വാളംപുളി ചൂടുവെള്ളത്തിൽ ഏകദേശം 10 മിനിറ്റോളം ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ വേഗം കുതിർന്ന് കിട്ടും. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഇതുപോലെ 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് തിരുമ്മി പിഴിഞ്ഞെടുത്താലേ ആ പുളി മുഴുവനോട് പോരുള്ളൂ കേട്ടോ. എന്നാലേ കറിക്ക് വേണ്ട പുളി നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് താളിച്ച് ഇഞ്ചി വറുക്കണം. അതിനായി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം ഉലുവിട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ വേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടു വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിരുമ്മി കഴുകി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്ക് ഒരു പശയുണ്ടാവും, ഒരു കുത്തുണ്ടാവും. അത് പോയി കിട്ടാനാണ് നമ്മളിതിങ്ങനെ നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, കാരണം ഇത് വരണ്ട് വരുന്തോറും ഇതിൽ നിന്ന് വെളിച്ചെണ്ണ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഇഞ്ചി ഇട്ടതിന് ശേഷം ഒരു 8-10 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഈ ടൈം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോയിൽ നോക്കിയിട്ട് ഇതേപോലെ ഗോൾഡൻ കളർ വരുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും ആ സമയത്ത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം, അതല്ലെങ്കിൽ വേഗം മൂത്ത് പോകും. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഒന്നുകൂടി ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിനി
ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് പ്രഷർ കുക്ക് ചെയ്യാം. ഇനി ഇതൊരു 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചേക്കാം. ഇനി ഇതിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് ഇതൊരു മൺകലത്തിലേക്ക് പകർത്താണ്. നമ്മൾ ഈ കുക്കറിൽ വേവിച്ചു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനിയത്തെ കുക്കിംഗ് മൺകലത്തിലാണ്. മൺകലത്തിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മൺകലം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുക്കറിൽ തന്നെ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം തിളക്കട്ടെ. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ മൺകലത്തിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുക. ഇതിലിരുന്ന് കുറേ ദിവസം കേടുകൂടാതെ ഇത് ഇരുന്നോളും. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് സാവധാനം തിളച്ച് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം വറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിട്ടുള്ള കായംപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ചാറ് കുറുകി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് എല്ലാം കൂടി കുക്കായാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇത് ഏകദേശം കുറുകി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പും മധുരവും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണെന്നൊന്ന് നോക്കണം. മധുരമൊക്കെ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഏകദേശം 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ കുറുകി വരണം. അപ്പം ഇതിന് സമയം ഞാൻ പറഞ്ഞത് ഒരു ഏകദേശം സമയം പറഞ്ഞതാണ്. ഇപ്പം നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ചും പാത്രത്തിൻ്റെ അനുസരിച്ചൊക്കെ ടൈം വ്യത്യാസം വരാം. അപ്പം ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പം ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഈ കലത്തിൽ തന്നെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതിരിക്കും. ഇതിൽ നമ്മൾ ഒരു സാധനവും പച്ചയായിട്ട് ഇട്ടിട്ടില്ല, എല്ലാം ഫ്രൈ ആയിട്ടുള്ളതാണ്. അതുപോലെ ചെറിയുള്ളി നമ്മൾ താളിക്കുമ്പോൾ ചേർക്കുന്നില്ല, കാരണം അത് കേടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചട്ടിയിൽ ഇത് കുറേ ദിവസം കേടുകൂടാതെ ഇരുന്നോളും. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു ഇഞ്ചിക്കറി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഇത് സാമ്പാറിൻ്റെയും ചോറിൻ്റെയും കൂടെയാണ് വിളമ്പിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ ഒരു നല്ല നാടൻ റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.